ഈ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് അറിയുന്നവരായിരിക്കും പലരും, എന്നാലും ഞാൻ എൻ്റെ ഇതിൽ പറയുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവൂ കേട്ടോ. ഈ ചിക്കൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല നാടൻ ടേസ്റ്റ് ആണ് ഇതിനുണ്ടാവുന്നത്. അപ്പൊ നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്ന് നമുക്കിത് വേവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കാം. ഇതിലേക്ക് ഇനി 2 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കണ്ടോ. ഒന്ന് കറിവേപ്പില, 2 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചതക്കുന്ന പോലെ നല്ലോണം ചതയണ്ട, തോലോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഈ വെളുത്തുള്ളി സ്മെല്ലും കറിവേപ്പിലിന്റെ സ്മെല്ലും കൂടി ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിന് മൂടൊന്നും വേണ്ട കേട്ടോ. മൂടിയൊന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഉണ്ടാകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ എരിവിന് കുറച്ച് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇത്രയായി കഴിഞ്ഞാല് നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായേ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൂരിയാണ് ആക്കുന്നത്. പൂരി ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഞാനിവിടെ ബാജിക്കറി കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈ മാത്രം കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. എനിക്ക് ബാജി ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടി ആക്കി.